സൂരജ്, തൃശ്ശൂരും സാഹചര്യം മാറ്റം ഉണ്ടാവാനിടയില്ലല്ലോ, നല്ല മഴ തന്നെയാണെന്ന് തോന്നുന്നു. അതിനിടയിൽ ഈ എന്താണ് പാലക്കാട് തൃശ്ശൂർ ദേശീയപാതയിൽ വലിയ ഗതാഗതക്കുരുക്കാണെന്നും മണിക്കൂറുകളായി ആളുകൾ പെട്ടുകിടക്കുകയാണെന്നും കേൾക്കുന്നതല്ല സൂരജ് റിപ്പോർട്ട് ചെയ്തതാണ്. തൃശ്ശൂരിലും കനത്ത മഴ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ നഗരത്തിൽ ഇപ്പോൾ മഴ വിട്ടു നിൽക്കുകയാണെങ്കിലും മലയോര മേഖലയിലടക്കം കനത്ത മഴ തുടരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനിടയിലാണ് പാലക്കാട് മണ്ണുത്തി ദേശീയപാതയിൽ ഈ കല്ലിടുക്ക് മുതൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. കല്ലിടുക്കിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ് ഉണ്ടായിരിക്കുന്നത്. പല വാഹനങ്ങളും കുടുങ്ങിക്കിടക്കുന്നു. വഴുക്കുംപാറ വരെ നീണ്ടു എന്നുള്ളതാണ് ഇത് പറയുന്നത്. അതായത് കുതിരാന് സമീപം വരെ കല്ലിടുക്കിൽ നിന്ന് തുടങ്ങിയ ഈ ഗതാഗതക്കുരുക്ക് നീണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ് ദുരിതത്തിൽപ്പെട്ടിരിക്കുന്നത്. മണിക്കൂറുകളായി ഇവരുടെ വാഹനം കുടുങ്ങിക്കിടക്കുന്നു. ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ മഴ കൂടി കനത്തതാണ് ഈ ഗതാഗതക്കുരുക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയത്. അതോടൊപ്പം തന്നെ ഇന്നലെ പെയ്ത മഴയിലും കനത്ത നാശനഷ്ടം തന്നെയാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിരവധി വീടുകൾ തകർന്നു. അതിൽ ഇന്നലെ കൈപ്പറമ്പിലാണ് ഈ മഴയിലും കാറ്റിലും ഒരു വീട് തകർന്നത്. കൈപ്പറമ്പ് പഞ്ചായത്തിലെ 3-ാം വാർഡിലെ ശ്രീനിവാസന്റെ വീടാണ് തകർന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ കാരമുക്കിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ ഇടുക്കി സ്വദേശിയായിട്ടുള്ള 23-കാരൻ ബിറ്റോ ഇന്നലെ കുളത്തിൽ മുങ്ങി മരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മുരുങ്ങൂരിലും ഈ മരം കടപുഴകിയതിനെ തുടർന്ന് ഗതാഗത തടസ്സമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ഇരിങ്ങാലക്കുട മേഖലയിലും പ്രതിസന്ധി അതീവ രൂക്ഷമാണ്. മാപ്രാണത്ത് വാതിൽമഠം ഉന്നതിയിൽ ഈ വെള്ളം കയറി അവിടുത്തെ ഈ ഓവുചാലിലടക്കം തടസ്സം നേരിട്ടതോടുകൂടിയാണ് ഈ വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത്. എല്ലാം സസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. തൃശ്ശൂരിന്റെ മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഹാഷ്മി, ക്രിസ്റ്റിന. ശരി, സുരജിയാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. അവിടെ ഗതാഗതക്കുരുക്ക് കൂടെയുണ്ട്. മണിക്കൂറുകളോളമായി ഇത് തുടരുകയാണെന്ന് പറയുന്നു.